സ്ലാവേ കണക്ക് പറഞ്ഞെടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതൊന്ന് നോക്കാൻ വേണ്ടി വെച്ചാണ് ഞാൻ 100-ന് 25 പറഞ്ഞത്. അവർ തന്നെ പഠിച്ചിട്ടുണ്ട് 100-ന് 2.5 വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1,00,000-ന് 2,500 രൂപ, വളരെ കുറച്ച് പൈസ. നിസാബ് എത്തിക്കഴിഞ്ഞാൽ നിസാബ് ഏത് വേണോ, അത് സ്വർണം വേണോ വെള്ളി വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. വെള്ളിക്ക് അതിൻ്റെതായ ഒരുമാക്കൾ നൽകിയ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വെള്ളി നോക്കി കൊടുക്കുക. ഇപ്പൊ സ്വർണം നോക്കിയാലും കുഴപ്പമില്ല. 1,00,000 ഉണ്ടെങ്കിൽ അതിന്റെ 2,500 രൂപ മാത്രം, അത്ര നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും തയ്യാറാകാൻ ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാവിൽ വന്നു പോകുന്ന കഴിവുകൾ എല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വിശ്വാസികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ ശ്രേഷ്ഠമായ മാസത്തിലൂടെ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കാൻ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് റമദാൻ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. ഒരിക്കൽ കൂടി ഈ ഒരു മാസത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുന്നതോറും കൂടുതൽ നന്ദിയുള്ള അടിമയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്ര കണ്ട് നമ്മൾ അടുക്കുന്നുവോ അതിനേക്കാൾ ഏറെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിർബന്ധമായി നമ്മൾ കാണുന്നത് പോലെ നോമ്പിന്റെ മുമ്പായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത് എന്നുള്ളത്. വർഷത്തിൽ ഒരിക്കൽ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് നിർബന്ധിപ്പിക്കുകയാണ്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ നാടുകളിലുള്ള ദരിദ്രരായ ആളുകൾ അവരുടെ പട്ടിണികളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് നമ്മൾ കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിനോട് നമ്മൾ കാണിക്കുന്ന കുറ്റമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ള നോമ്പുകാരെ, നമ്മൾ നോമ്പെടുക്കുന്നു. എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു? നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമായതുകൊണ്ട്. ഐച്ഛികമായ നോമ്പുകൾ ഒരുപാടുണ്ട്. താല്പര്യമുള്ളവർ എടുക്കാറുണ്ട്, അല്ലാത്തവർ എടുക്കാറില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അതെല്ലാം. എന്നാൽ റമദാനിൽ നോമ്പ് അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നു. അത് നിർബന്ധമായതുകൊണ്ടാണ്.
എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച ഒരാൾ, മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇത് ആരെങ്കിലും അംഗീകരിച്ചാൽ അവരോട് നീ നമസ്കരിക്കാൻ പറയണം. നമസ്കാരം അവന്റെ ജീവിതത്തിൽ ആരംഭിച്ചാൽ അവനോട് നീ സക്കാത്ത് കൊടുക്കാൻ പറയണം. സക്കാത്ത് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ റമദാൻ മാസത്തിൽ അവരോട് നോമ്പെടുക്കാൻ പറയണം. അതിന്റെ രീതി അങ്ങനെയാണ്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമസ് സ്വലാത്ത് വഇതാഇസ് സക്കാത്ത് വസൗമു റമദാൻ വതുഹിജ്ജൽ ബൈത മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ നമസ്കരിക്കുന്നവരുണ്ട്, നോമ്പ് നോക്കുന്നവരുണ്ട്, പക്ഷേ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. സക്കാത്ത് കൊടുക്കുന്നവരാണ് നോമ്പുള്ളത്. തന്റെ കയ്യിൽ നിസാബ് ഉണ്ടെങ്കിൽ, ഒരു കണക്കുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാനത് രണ്ടാമത്തെ ഖുതുബയിൽ പറഞ്ഞുതരാം. ആ നിസാബ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തിന്റെയും എത്രയാണോ തുകയുള്ളത് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടെല്ലാം പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടോ? സൂറത്ത് ബഖറയിൽ നമസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ സക്കാത്ത് നിങ്ങൾ നൽകണം. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സമ്പന്നർ, ആ സമ്പന്നരിൽ നിന്ന്, സമ്പത്തുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ സദഖ എന്നുള്ളത് ഇവിടെ സാധാരണ സദഖയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധുവിന് നമ്മൾ കൊടുക്കുന്ന, ഒരു കണക്ക് നോക്കാതെ നോക്കുന്ന സദഖയെ കുറിച്ചല്ല. ഇത് നിർബന്ധമാക്കപ്പെട്ട സക്കാത്തിനെ കുറിച്ചാണ് പറയുന്നത്. വർഷത്തിലൊരിക്കൽ, വർഷമെത്തിയാൽ, നിസാബ് തികഞ്ഞാൽ നിർബന്ധമായി കൊടുക്കേണ്ട സദഖ, അത് സമ്പത്തിൽ നിന്ന്, അത് സമ്പന്നരായ ആളുകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരായ ആളുകൾക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കണം. എങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അത് ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ തന്നെ അതിലൊരു ബർക്കത്തുണ്ടാകും, അത് സംസ്കരിക്കപ്പെടും. അല്ലെ, പണ്ടൊക്കെ നമ്മള് അധോലോക നായകന്മാരൊക്കെ ആയിട്ട് ജീവിച്ച് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിട്ടൊക്കെ ജീവിച്ച് അങ്ങനെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടാണ് നമ്മളിൽ പല ആൾക്കാരും ഇന്ന് സമ്പന്നന്മാരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാകുക. പണ്ടാ പോകുന്നുണ്ടാവില്ല. ഹലാല് ഹറാമി എന്ന ചിന്തകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സമ്പാദിച്ച് ഇന്ന് നമ്മൾ സമ്പന്നന്മാരായി മാറി ആ സമ്പത്ത് കൊണ്ട് നമ്മളിത് ജീവിക്കുന്നു, നമ്മുടെ കുടുംബം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അല്ലെ, അത്തരത്തിൽ വന്നുപോയിട്ടുള്ള തിന്മകളെയെല്ലാം ഈ സക്കാത്ത് ഉണ്ടല്ലോ, നിർബന്ധ ദാനമുണ്ടല്ലോ, അത് ശുദ്ധീകരിക്കുമെന്നാണ് സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സക്കാത്ത് എന്നുള്ളത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സക്കാത്തിനെ കുറിച്ച് അല്ലാഹു പറയും. സക്കാത്ത് നമുക്ക് നിർബന്ധമാണ്. സക്കാത്ത് കൊടുക്കുന്നവരാണ്, അതിന് തയ്യാറാകുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? റമദാൻ മാസത്തിൽ നോമ്പെടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബാങ്ക് ബാലൻസ് നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവൂല. നമ്മുടെ സ്വർണം നാളെ നമ്മളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവൂല. ഇതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ഒന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു പോന്നാൽ നമ്മുടെ സമ്പത്തും കുടുംബവും എല്ലാം മടങ്ങും. സമ്പത്തൊക്കെ അതിന്റെ അനന്തരാവകാശികൾ കൊണ്ടുപോകും. നമ്മളെ ഇണ വരെ ചിലപ്പോൾ ചെയ്യും. കുറച്ചു കാലങ്ങളൊക്കെ കഴിഞ്ഞ്, 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ വേറെ ഇണയും കഴിച്ച് കല്യാണമൊക്കെ കഴിച്ച് അവർ കുടുംബമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും. ഒന്നും ഉണ്ടാവില്ല. ഖബറിൽ കൂടെ ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുന്ന സക്കാത്തുകൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ. നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്താണോ സദഖ കൊടുത്തത്, നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്താണോ നമ്മൾ സക്കാത്ത് കൊടുത്തത്, അത് നാളെ അത്തരത്തിലുള്ള നന്മകൾ ഖബറിൽ കൂട്ടിലുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. സക്കാത്ത് കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം പറയുന്നത് സക്കാത്ത് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ നമസ്കാരത്തിൽ മുൻപന്തിയിലുണ്ട്, നോമ്പിന്റെ വിഷയത്തിലും വളരെയധികം പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വാദം സക്കാത്ത് നിർബന്ധമല്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് നമ്മളെ കുഫറിലേക്ക് വരെ എത്തിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിർബന്ധമാക്കിയ കാര്യമാണ്. നമസ്കാരം, നോമ്പും ഹജ്ജും എല്ലാം നിർബന്ധമായതുപോലെ തന്നെ സമ്പത്തുള്ള ആളുകൾ അവർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സക്കാത്ത് നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചാൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ഉലമാക്കൾ പറഞ്ഞത്, അത് കുഫറിലേക്ക് എത്തുന്ന വിശ്വാസമാണ് എന്നതാണ്. എന്നാൽ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നവരിൽ 2ാമത്തെ ഒരു വിഭാഗം ആളുകൾ
അത് ഫർളാണ് എന്നറിയാം, അത് നിർബന്ധ ദാനമാണ് എന്നറിയാം, പക്ഷെ അവർ കൊടുക്കുകയില്ല. അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർ ഫാസിഖീങ്ങളാണ്, വലിയ പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഠിനമായ ശിക്ഷയ്ക്ക് അവർ നാളെ പരലോകത്ത് അവർ വിധേയമാകേണ്ടി വരും. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഒരാൾക്ക് ഒരുപാട് വെള്ളിയുണ്ട്, സ്വർണമുണ്ട്. ആ വെള്ളിയും സ്വർണവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ട് അവൻ ചെലവഴിക്കുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് നബിയെ നീ തക്കമായ വേദനാജനകമായ ശിക്ഷയെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചോ, അല്ലെ? അബശ്ശിറുഹും ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷ വരാനുണ്ട്. അള്ളാഹു കുറെ സ്വർണവും കുറെ വെള്ളിയും ഒക്കെ നൽകിയിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ അത് നീ ചെലവഴിക്കാതെ നീ പൂട്ടിവെച്ചാൽ, അതിന്റെ അവകാശികൾക്ക് നീ കൊടുക്കാതിരുന്നാൽ നാളെ പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന വാർത്ത നീ അറിയിക്കണം. മാത്രമല്ല അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ. നാളെ പരലോകത്ത് ഈ വെള്ളിയും സ്വർണവും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സൂക്ഷിച്ച വെള്ളിയും സ്വർണവും എല്ലാം അത് ഉരുക്കിക്കൊണ്ട് അവരുടെ പിരടിയിലും അവരുടെ കഴുത്തിലുമെല്ലാം, അവരുടെ കഴുത്തിലും പിരടിയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുമെന്നാണ്, ചൂടുവെക്കുമെന്നാണ് സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ച ഈ വെള്ളിയും സ്വർണവും എല്ലാം ഉരുക്കി നിങ്ങളുടെ ശരീരത്തിൽ ചൂടുവെക്കും. അള്ളാഹുവിന്റെ കലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ സ്വർണവും വെള്ളിയും എല്ലാം അതിന്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ യൗമുൽ ഖിയാമയിൽ മാറ്റിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സമ്പത്തുണ്ടല്ലോ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പാമ്പിനെ പോലെ ആക്കി തീർത്തിട്ട് ആ വിശപ്പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കഴുത്തിൽ അത് കൊത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നിന്റെ നിധിയാണോ, ഞാൻ നിന്റെ സമ്പത്താണോ എന്ന് ആ വിശപ്പാമ്പ് പറയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ കന്നുകാലികളുള്ള ആളുകൾ, ഒട്ടകങ്ങളുള്ള ആളുകൾ, ഈ രൂപത്തിലുള്ള മൃഗങ്ങളുള്ള ആളുകൾ സകാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, അതിന്റെ വിഹിതം കൊടുത്തിട്ടില്ല എങ്കിൽ യൗമുൽ ഖിയാമയിൽ ആ രൂപത്തിലേക്ക്, ഏത് രൂപമാണോ ഏത് മൃഗമാണോ നിനക്കുള്ളത് ആ രൂപത്തിലേക്ക് നിന്റെ വിഹിതത്തിൽ നിന്റെ സമ്പത്തിനെ മാറ്റിയിട്ട് ആ കന്നുകാലികൾ നിന്നെ ചവിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ പരലോകത്ത് വേദനാജനകമായ ശിക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധദാനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനെ നിസ്സാബത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് നിർബന്ധ കാര്യമാണ്. നമസ്കാരം നിർബന്ധമായതുപോലെ, നോമ്പ് നിർബന്ധമായതുപോലെ നമസ്കാരത്തിനും നോമ്പിനും ഇടയ്ക്കുള്ള നിർബന്ധ കർമ്മമാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കണം. ഇനി നാളെ പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷയുണ്ട്. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരാള് സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഞാൻ അവനെതിരെ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സക്കാത്തിന്റെ പേരിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് ഹുറൂബുർ റിദ്ദ എന്ന് പറയുന്ന യുദ്ധങ്ങൾ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്, അല്ലെ? ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു സാധാരണ പാപമല്ല സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഒരു സാധാരണ പാപമല്ല, അത് സമൂഹത്തിനോട് നമ്മൾ കാണിക്കുന്ന കുറ്റമാണ്, ദ്രോഹമാണ്. അത് വലിയ പാപമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടം വളരെ സുന്ദരമായ കാലഘട്ടമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സമ്പന്നരുടെ അടുക്കൽ പോയിട്ട് സക്കാത്ത് ശേഖരിക്കുകയാണ്. ഓരോരുത്തരുടെയും കണക്ക് നോക്കിയിട്ട് സക്കാത്ത് ശേഖരിച്ചിട്ട് അത് പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന മഹാനായ സഹാബിയായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചരിത്രം അദ്ദേഹത്തെ കാലഘട്ടത്തെ രേഖപ്പെടുത്തിയത് എന്താണെന്ന് അറിയുമോ? സക്കാത്ത് നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങാൻ ആളില്ലാത്ത സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവരില്ലാത്ത, ദരിദ്രരില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി പഠിപ്പിച്ച കാര്യത്തിൽ എല്ലാവരും ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വിഷയം, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സൂചിപ്പിച്ചല്ലോ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിക്കുന്ന സമയത്താണ് അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തെ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ അഹ്ലു കിതാബിന്റെ നാട്ടിലേക്കാണ് പോകുന്നത്, അല്ലെ? ആദ്യം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവർ അംഗീകരിച്ചാൽ അവരോട് 5 വഖ്ത് നമസ്കാരം നിർബന്ധമാണ്. നമസ്കരിക്കാൻ അവരോട് പറയണം. നമസ്കാരത്തിന് അവർ തയ്യാറായാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അവരോട് പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കിയേ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എത്ര ഗൗരവം കാണിച്ചു. നിസ്കരിക്കുന്നവരോടെല്ലാം സമ്പത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമ്പന്നന്മാരെ എല്ലാം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ ആയത്ത് പ്രകാരം സമ്പത്ത് വാങ്ങി അത് പാവപ്പെട്ടവരിലേക്ക്, അതിന്റെ അവകാശികളിലേക്കെല്ലാം എത്തിച്ചു കൊടുത്തു. അല്ലെ, ആ കാലഘട്ടം വളരെ സുന്ദരമായ, ആ സമൂഹത്തിൽ പാവപ്പെട്ടവരില്ലാത്തൊരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം വരെ ചെയ്യാൻ, സകാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം വരെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിച്ചേ പറ്റൂ. ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ ഖുത്ബ കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് നമ്മുടെ ഇണയോടൊപ്പം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊപ്പം നമ്മൾ ഇരുന്ന് നമ്മുടെ എല്ലാം കണക്ക് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്വർണം, നമ്മുടെ വീട്ടിലുള്ള വെള്ളി, സമ്പത്ത്, നമ്മുടെ അക്കൗണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ നിസാബ് ഉണ്ടെങ്കിൽ, കണക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് 2% കൊടുക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 2% കൊടുക്കാനേ. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ 25 രൂപ, അല്ലെ? അത് ഒരു 10,000 രൂപയാണെങ്കിൽ ഒരു 2,500 രൂപ, 1,00,000 രൂപയാണ് എങ്കിൽ 25,000 രൂപ. ഇന്നത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് നോക്കിയിട്ടാണ് ഇന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നെങ്കിൽ ഏത് സമയത്താണ് കൊടുക്കുന്നത് ആ സമയത്തിന്റെ. ഇത് റമദാനിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഇത് പിന്നെ കാലം, വർഷം തികയ എന്നുള്ളതാണ്. നിസാബത്തണം വർഷം തികയ എന്നുള്ളതാണ്. എപ്പോഴും കൊടുക്കുക. പക്ഷെ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പുണ്യം ചെയ്താലും ഇരട്ടി പ്രതിഫലമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ നരകശിക്ഷയ്ക്ക് നമ്മൾ വിധേയമാകേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പുറത്തുമാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, ഈ റമദാനിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ക്ഷമ, പ്രയാസങ്ങൾ, വേദനകൾ, നോമ്പ്, ഞങ്ങളുടെ കർമ്മങ്ങൾ എല്ലാം നീ സ്വീകരിച്ച് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനേ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് നമ്മൾ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഞാനിവിടെ സൂചിപ്പിച്ചു. 1 നിസാബ് തുക എന്നുള്ളതാണ്. 2 ഒരു ഹിജ്റ വർഷം, ഹൗല് എന്നാണ് പറയുന്നത്, അത് പൂർത്തിയാവുക എന്നുള്ളതാണ്. ഇത് രണ്ടും സംഭവിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമാണ്. എന്താണ് സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ കണക്ക് നോക്കേണ്ടത് ഏത് രൂപത്തിലാണ്? ഇതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. 1, സ്വർണത്തിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. വെള്ളിയുടെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. സ്വർണമാണെങ്കിൽ 87.48 ഗ്രാം സ്വർണമാണ്. 87.48 ഗ്രാം സ്വർണം. ആ സ്വർണത്തിന് ഇന്ന് എത്രയാണോ തുക വരുന്നത്, എത്ര കൊടുത്താലാണ് 87.48 ഗ്രാം സ്വർണം നമുക്ക് കിട്ടുക, ആ പിന്നെ തുക, ആ സ്വർണത്തിനുള്ള തുക, അതിന് മൂല്യം വരുന്നത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത്. സ്വർണ്ണമാണെങ്കിൽ സ്വർണം, വെള്ളിയാണെങ്കിൽ വെള്ളി, അതല്ലെങ്കിൽ കച്ചവട സാധനങ്ങളാണെങ്കിൽ അങ്ങനെ, അതല്ല പിന്നെ സമ്പത്താണെങ്കിൽ അങ്ങനെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് മൊത്തത്തിൽ നോക്കിയിട്ട് 2.5% നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. എല്ലാത്തിനും, സ്വർണത്തിനും കൊടുക്കണം, പിന്നെ പണം, ബാങ്ക് ബാലൻസ്, ബിസിനസ് സാധനങ്ങൾ, ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുത്തേ പറ്റൂ. വെള്ളിയുടെ കണക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് 612.36 ഗ്രാം വെള്ളിയാണ്. ഇന്നത്തെ കണക്ക് പ്രകാരം നമ്മൾ കണക്ക് നോക്കിയിട്ട് ഇത് വാങ്ങാനുള്ള തുക നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഞാൻ സ്വർണത്തിന്റെ പറഞ്ഞല്ലോ, 87.48 ഗ്രാം സ്വർണം വാങ്ങാനുള്ള തുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അത് തുകയാകാം, പൈസ ആകാം, ചിലപ്പോൾ നമ്മുടെ കടയിലുള്ള കച്ചവട വസ്തുക്കളുടെ കണക്കാകാം, അതല്ലെങ്കിൽ സ്വർണമായിട്ടാകാം, വെള്ളിയായിട്ടാകാം, അല്ലെ? ഇതൊക്കെ നമ്മുടെ മൂല്യങ്ങളാണ്, സ്വത്തുക്കളാണ്. ഇതൊക്കെ വിറ്റാൽ നമുക്ക് ഈ ഒരു സ്വർണം വാങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ സക്കാത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. വെള്ളിയുടേതാണ് ഞാൻ പറഞ്ഞത് 612.36. ഈ വിഷയത്തിൽ വെള്ളിയുടെ കണക്കാണോ നോക്കേണ്ടത്, സ്വർണത്തിന്റെ കണക്കാണോ നോക്കേണ്ടത്, ഇത് ഉലമാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. എന്നാൽ കുറെ ആളുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വെള്ളിയുടെ കണക്ക് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ഉലമാക്കളുണ്ട്. എന്നാൽ സ്വർണത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ 10 പവനിൽ കൂടുതൽ വരും.
ഈ പറഞ്ഞ കണക്ക് പ്രകാരം 10.5 പവനിൽ കൂടുതലുള്ള 10.5 പവനല്ല 10.5 പവനിൽ കൂടുതലുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, പിന്നെ സക്കാത്ത് കൊടുത്താൽ മതി എന്ന അവസ്ഥ വരുമ്പോ സക്കാത്ത് കൊടുക്കുക. 10.5 പവനൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായി, ദരിദ്രരെന്നും ദരിദ്രരായി ഒക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വെള്ളിയുടെ കണക്കിലേക്ക് വന്നാൽ സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ കൂടും, സമൂഹത്തിലെ ദരിദ്രർ എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവർക്ക് തെളിവുണ്ട്. ഒരു ഉമ്മ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. ആ ഉമ്മയുടെ കയ്യിൽ തന്റെ ബെഞ്ചോമന മകനുണ്ട്. ആ മകളുടെ ശരീരത്തിൽ തന്റെ കയ്യിൽ ഒരു വള കണ്ടപ്പോൾ ഹബീബ് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് ചോദിക്കുകയാണ്, ആ കുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വളയ്ക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല നബിയെ എന്ന് പറഞ്ഞ സമയത്ത് നാളെ നരകത്തിലെ തീ കൊണ്ടുള്ള വള ധരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ തീ കൊണ്ടുള്ള വള ധരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ലെങ്കിൽ വേഗം അതിന് സക്കാത്ത് കൊടുക്കണം. ഒരു കുട്ടിന്റെ കയ്യിൽ എന്തായാലും 10.5 പവൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല. ഇത്തരം സംഭവങ്ങൾ വെച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞു വെള്ളിയുടെ കണക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ 2 അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും വെള്ളിയുടെ കണക്ക് നോക്കി കൊടുക്കാൻ പറയും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, സക്കാത്ത് കൊടുത്ത് സമൂഹത്തിലെ പാവപ്പെട്ടവരൊക്കെ നീങ്ങട്ടെ, എന്റെ അടുക്കൽ തെളിവുമുണ്ട്. പക്ഷെ വേറൊരാളെടുക്കൽ പോകുമ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങൾ സ്വർണത്തിന്റെ നോക്കിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സക്കാത്ത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ആ സക്കാത്ത് നമ്മളെ ശുദ്ധീകരിക്കും, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സമ്പത്തിനെ എല്ലാം ശുദ്ധീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. സ്വർണത്തിന്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണോ, വെള്ളിയുടെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണോ എന്ന് നിങ്ങളാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലെ, നല്ലൊരു തീരുമാനം ആ വിഷയത്തിൽ നിങ്ങൾ എടുക്കുക. സക്കാത്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ പൈസ മുഴുവൻ നമ്മൾ കടയിലേക്ക് ഇറക്കി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്വർണ്ണം ചിലപ്പോ സമ്പത്തൊന്നും ബാങ്കിൽ ഇടൂല, കയ്യിലും വെക്കൂല. പൈസ കിട്ടിയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും സ്വർണ്ണാക്കി വെച്ചിട്ടുണ്ടാകും, വെള്ളിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു ബക്കറ്റിൽ ഇടുക. ഒരു ഉദാഹരണം പറയണം. ഇതെല്ലാം കൂടെ കയ്യിലുള്ള പൈസയും ബാങ്കിലുള്ള പൈസയും നമ്മുടെ സ്വർണവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ളിയും അതുപോലെ നമ്മുടെ കച്ചവട വസ്തുക്കൾ കടയിൽ നമ്മൾ പിന്നെ കണക്ക് നോക്കിയിട്ട് എത്ര രൂപക്കുള്ള സാധനങ്ങൾ എന്റെ കടയിലുണ്ട് അല്ലെ, ഇതൊക്കെ കണക്ക് നോക്കിയിട്ട് എത്ര തുക ഉണ്ടോ അത് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ, വെള്ളിയാണെങ്കിൽ വെള്ളിന്റെ നോക്കുക, അത് നിങ്ങളുടെ താല്പര്യമാണ്. സ്വർണ്ണമാണെങ്കിൽ സ്വർണത്തിന്റെ നോക്കുക അല്ലെ. സ്വർണ്ണം നോക്കി വന്നാൽ ചിലപ്പോൾ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹം പിന്നെ ഈ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് എത്രയാണോ ഉള്ളത്, നിസാബ് എത്തിയിട്ടുണ്ടോ പിന്നെ എങ്കിൽ അതിന്റെ 2.5%. ഞാൻ പറഞ്ഞല്ലോ 100 രൂപ ആണെങ്കിൽ 25 രൂപ, അത് 100 രൂപക്കും കൊടുക്കണം കേട്ടോ. 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആ 1,00,000ത്തിനും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സക്കാത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 1,00,000ത്തിന്റെ 2.5% എന്ന് പറഞ്ഞാൽ 25,000 രൂപ നിസാബത്ത. അതുപോലെ തന്നെ വർഷം, ഹിജറ വർഷം തികയ എന്നുള്ളതാണ്. അപ്പൊ സക്കാത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ. സമ്പത്ത് ഉണ്ടായിട്ട് നിസാബ് എത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട്, നോമ്പുകൾ കൊണ്ട് ഒന്നും അത് ഒരു നാളെ പരലോകത്ത് ഉപകാരം ഉണ്ടാവില്ല. ആകെ 2.5% കൊടുക്കാൻ പറഞ്ഞു. 2.5% മുഴുവനും കൊടുക്കാനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ആകെ ഉള്ളതിന്റെ 2.5% കൊടുക്കാൻ മാത്രമേ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഈ രൂപത്തിൽ നമ്മൾ മുന്നേറുക. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർദിസ് സമാഇ വൽ അർള്. ആകാശഭൂമികളെക്കാൾ വിശാലമായ ഒരു സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. നാളെ തയ്യാറാക്കുന്നല്ല, അറബി ഭാഷ അറിയുന്നവർക്കറിയാം. മുത്തഖീങ്ങൾക്കുള്ള സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചേക്കാണ്. അത് റെഡിയാണ്, സ്വർഗം റെഡിയാണ്, നരകവും റെഡിയാണ്. രണ്ടും അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് ആ സ്വർഗം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. സാബിഖൂ, ഓടിവാ. എവിടേക്കാ? ഇലാ മഗ്ഫിറ, പാപമോചനത്തിന്. ആദ്യം മഗ്ഫിറത്ത വേണ്ടത്, നിസ്കരിക്ക്, മഗ്ഫിറത്ത് കിട്ടും. സക്കാത്ത് കൊടുക്ക്, മഗ്ഫിറത്ത് കിട്ടും. നോമ്പെടുക്ക്, മഗ്ഫിറത്ത് കിട്ടും. ഹജ്ജ് ചെയ്യ്, മഗ്ഫിറത്ത് കിട്ടും. ഉമ്മ പ്രസവിച്ച മകനെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഗ്ഫിറത്ത് കിട്ടി നാളെ സ്വർഗ്ഗത്തിൽ വന്നു ചേരാൻ, ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് വന്നു ചേരാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മഹാനായ റബീഅത്ത് ബിൻ അസ്ലമി റളിയല്ലാഹു അൻഹു, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ സേവനം ചെയ്തിരിക്കുക. രാത്രിയിൽ മദീനത്ത് എല്ലാവരും ഉറങ്ങാൻ, ശാന്തമായ രാത്രിയിൽ അല്ലെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എന്താ റബീഅ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്ക്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്ക്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നല്ല വീട് വേണം, സമ്പത്ത് വേണം, ജോലി ഇല്ല അല്ലെ, കുറച്ച് പ്രയാസമാണ്, ഇതൊക്കെ നമ്മൾ പറയാം, നമ്മളതായിരിക്കും പറയാം.
മഹാനായ റബീഅ പറഞ്ഞത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ ഹബീബിന്റെ ചാരത്ത് ഇതുപോലെ ഈ ശാന്തമായ രാത്രിയിൽ അങ്ങയുടെ കൂടെ ഞാൻ വസിക്കുന്നത് പോലെ സ്വർഗത്തിൽ വസിക്കണം നബിയേ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇതല്ലാത്ത വല്ല ആഗ്രഹവും നിനക്കുണ്ടോ? റബീഅ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, വേറൊന്നും എനിക്ക് താല്പര്യമില്ല നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദ് നീ ധാരാളമായിട്ട് അധികരിപ്പിച്ചോ. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് സുജൂദ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് നിസ്കാരങ്ങളിലോ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ, ഫർദ് നിസ്കാരത്തിന് മുമ്പ് ശേഷം, അതുപോലെ തന്നെ വുദൂ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ പല സമയത്തൊക്കെ നമ്മൾ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുക, സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുജൂദിലാണ്. സുജൂദ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു അടിമ സുജൂദിൽ കിടക്കുക, അതാണ് ഒരു അടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന സമയമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? അങ്ങയുടെ ചാരത്തി എത്തിപ്പെടാൻ എനിക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതാണ് റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഫർളാകട്ടെ സുന്നത്താകട്ടെ എല്ലാം ക്ഷമയോടെ താല്പര്യത്തോടെ, എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ റമദാൻ പൂർത്തിയാക്കാൻ നമ്മൾ ഉണ്ടാകോ, അടുത്ത റമദാനിൽ ഉണ്ടാകോ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടിയ സമയങ്ങൾ, കിട്ടിയ അവസരങ്ങൾ, കിട്ടിയ ഈ ചാൻസ് നമ്മൾ മുതലാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യത്തിൽ കേൾക്കുമ്പോൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു മടിയോ അലസതയോ ഒന്നും വേണ്ടതില്ല. നമ്മുടെ കാർപ്പറ്റിന്റെ കാര്യം കഴിഞ്ഞ 2 ഖുതുബകളിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഖുതുബയിലും ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മൾ അന്വേഷണം നടത്തിയപ്പോ 2400 രൂപയാണ് ഒരു മുസല്ലക്ക്. ഒരു മുസല്ല 125 ആളുകൾക്ക് എന്ത് ചെയ്യാം, 125 ആളുകൾക്ക് നമ്മുടെ പള്ളിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടിയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ പള്ളിയിലുണ്ട്. അങ്ങനെ കണക്ക് നോക്കി ആകെ തുക വരുമ്പോൾ നമുക്കൊക്കെ പ്രയാസമാണ്. നമ്മൾ ചെറിയ കച്ചവടക്കാരൊക്കെയാണ് അല്ലെ. അപ്പൊ ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ ഒരു മുസല്ല, അങ്ങനെ നോക്കിയിട്ട് കണക്ക് നോക്കിയപ്പോൾ 2400 രൂപയാണ് വരുന്നത്. ഒരു നിസ്സാരായ, നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഒരു ബിരിയാണിയോ ഒരു മന്തിയോ ഒക്കെ വാങ്ങുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ പൈസ മാത്രമാണ് വരുന്നത്. എത്ര ആയിരങ്ങൾ അനാവശ്യമില്ലാതെ നമ്മൾ ചെലവഴിക്കുന്നു അള്ളാന്റെ ഭവനത്തിൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത്, മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ തന്റെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലം, ആ സുജൂദിന്റെ സ്ഥലം, നിസ്കരിക്കുന്ന സ്ഥലം, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഒരു കാർപ്പറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഒരു 2500 രൂപ. അത് തരാൻ കഴിയാത്ത ആരുമില്ല. ഇന്നോ നാളെയായിട്ട് അത് കൊടുത്തു തീർത്ത് ഈ റമദാനോടുകൂടി 10 വർഷത്തിലധികം 10 വർഷത്തോളായി നമ്മുടെ പള്ളി പണിത അന്ന് മുതൽ ഏകദേശം 10 വർഷത്തിനോടടുത്തായി നമ്മളിപ്പോ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മുസല്ലകൾ. അപ്പൊ ഇതൊന്നും മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു മുസല്ല വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2400 രൂപ എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുനിയാവിലും നാളെ പരലോകത്തും മരിച്ച് കബറിൽ ചെന്ന് കിടക്കുമ്പോ കുടുംബവും സമ്പത്തും ഒക്കെ തിരിച്ചു പോരുമ്പോ, നമ്മുടെ സമ്പത്ത് അനന്തരാവകാശികൾ കൊണ്ടുപോകുമ്പോ ഈ മുസല്ലയിൽ ആരെല്ലാം തന്റെ നെറ്റി തടം വെക്കുന്നു അതിന്റെ എല്ലാം കൂലി നാളെ 6 അടി മണ്ണിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നോമ്പ് തുറപ്പിക്കാൻ ആളുകളൊക്കെ പേരെഴുതിയിട്ടുണ്ട്. അത് ഇനിയും ഏതാനും ദിവസങ്ങളുണ്ട്. അതൊന്ന് നിങ്ങൾ പൂരിപ്പിക്കണം. അതിന്റെയും പ്രതിഫലം എല്ലാം ചെറുതും വലുതുമായി എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റബ്ബേ, ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ദിവസങ്ങളിൽ ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് റഹ്മാനെ. ചെറുതും വലുതുമായി എല്ലാം നമ്മൾ നോമ്പെടുത്തത്, ദിക്റുകൾ ചൊല്ലിയത്, നമസ്കരിച്ചത്, സ്വലാത്തുകൾ ചൊല്ലിയത്, ഖുർആൻ ഓതിയത് എല്ലാം നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാഹ് നീ സ്വീകരിക്കുകയും നാളെ സ്വർഗം നൽകി നിന്റെ മഗ്ഫിറത്ത് ലഭിച്ച് നാളെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്, ഹോസ്പിറ്റലുകളിൽ കഴിച്ചുകൂട്ടുന്നവർ, അതുപോലെ തന്നെ വീടുകളിൽ രോഗങ്ങളായി കിടക്കുന്നവർ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിച്ചവരാണ്, ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, സിഹത്ത് കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ നീ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സദഖകൾ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ആ മാതാപിതാക്കളുടെ കബറിൽ അവർക്ക് ഉപകാരപ്പെടുന്ന സാലിഹായ പ്രവർത്തനങ്ങളായി, അവർക്ക് നന്മയായി രേഖപ്പെടുത്തുന്ന കർമ്മങ്ങളാക്കി മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ ഇടകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് കടന്നു വരാനുള്ള
തൗഫീഖ് നൽകി നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ബാധ്യതകളില്ലാതെ കടങ്ങളില്ലാതെ, ഞങ്ങളെല്ലാം കടക്കാരാണ്, ബാധ്യതകളില്ലാതെ കടങ്ങളെല്ലാം തീർന്നുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോടും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പില്ലാതെ പകയില്ലാതെ ഈ ലോകത്തോട് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവരും ഇഷ്ടപ്പെട്ട് അതിലുപരി നിന്റെ ഇഷ്ടം കരസ്ഥമാക്കി സ്നേഹം നേടിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا من دعائنا وصيامنا وقيامنا وصلاتنا وكل من أعمال صالحاتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. والحمد لله رب العالمين.